ഭർത്താവിൻ്റെയും ഭർത്തൃവീട്ടുകാരുടെയും പീഡനത്തെ തുടർന്ന് ഷാർജയിൽ മകളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത വിഭജികയുടെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ സാധ്യത. നേരത്തെ കുണ്ടറ പോലീസ് വിഭജികയുടെ ഭർത്താവ് നിതീഷിനെതിരെയും സഹോദരിക്കും അതോടൊപ്പം നിതീഷിൻ്റെ അച്ഛനെതിരെയും കേസെടുത്തിരുന്നു. ആത്മഹത്യാ പ്രേരണ, അതോടൊപ്പം ഗാർഹിക പീഡനം തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഇതോടൊപ്പം വിഭജികയുടെയും മകളുടെയും മരണം സംബന്ധിച്ച ഹർജിയിൽ ഭർത്താവിനെ കക്ഷി ചേർക്കണമെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന ഹർജിയിലും ഭർത്താവിനെ കക്ഷി ചേർക്കണമെന്നാണ് നിർദ്ദേശം. വിഭജികയുടെ ബന്ധു നൽകിയ ഹർജി നാളെ പരിഗണിക്കാനായി മാറ്റി. മൃതദേഹം നാട്ടിലെത്തിക്കാൻ എങ്ങനെ ഉത്തരവിടാനാകുമെന്ന് കോടതി ചോദിച്ചു. ഭർത്താവിൻ്റെയും എംബസിയുടെയും നിലപാട് അറിയണമെന്നും സിംഗിൾ ബെഞ്ച് പറഞ്ഞു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രനും എസ് വിനീഷും ചേരുന്നുണ്ട്. ആദ്യം വിനീഷിലേക്ക്. വിനീഷ്, ഇവിടെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഹൈക്കോടതി ചില നിർണായക നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ കേസിൻ്റെ അന്വേഷണമാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. നേരത്തെ കുണ്ടറ പോലീസ് കേസെടുത്താണ്. ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്ന ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായും ടോം, കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ കേസ് ശാസ്താംകോട്ട ഡിവൈഎസ്പിക്ക് ആയിരുന്നു അതിന്റെ ഒരു അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത്. കുണ്ടറ പോലീസ് ആയിരുന്നു കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തുടർ നടപടികൾക്ക് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറാനും ചില സാധ്യതകളുണ്ട്. സ്ത്രീധന പീഡനം, ആത്മഹത്യ പ്രേരണ, ഇവയ്ക്ക് പുറമെ ഗാർഹിക പീഡനം എന്നിവ വകുപ്പുകൾ കൂടി എഫ്ഐആറിൽ ചേർത്തിട്ടുണ്ട്. ഭർത്താവ് നിതീഷ്, ഭർത്തൃ സഹോദരി നീതു, നിതീഷിന്റെ അച്ഛൻ മോഹൻ എന്നിവർക്ക് എന്നീ 1 മുതൽ 3 വരെയുള്ള പ്രതികളാണ് എഫ്ഐആറിൽ പറയുന്നത്. വിഭജികയുടെ ശബ്ദ സന്ദേശവും ആത്മഹത്യക്കുറിപ്പും പരാതിയോടൊപ്പം ശൈലജ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. 2 മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കുകയും റീപോസ്റ്റ്മോർട്ടം അടക്കം ആണ് ഇവർ ആവശ്യപ്പെടുന്നത്. പ്രതികളുടെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തുവിടാനും പോലീസിൽ നിന്ന് ചില സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. ടോം, വിനീഷ് തുടരുക. ആജ്ഞ രവീന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്ന ആജ്ഞ, ഇവിടെ വിഭജികയുടെ ബന്ധു നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഭർത്താവിനെ ഈ കേസിൽ കക്ഷി ചേർക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണെന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചത്? വിഭജികയുടെ ബന്ധു നൽകിയിരിക്കുന്ന ഹർജിയിലാണ് ഹൈക്കോടതി നിലപാട് അറിയിച്ചത്. വിഭജികയുടെ അത് കുഞ്ഞിന്റെ അവകാശം അച്ഛനും കൂടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നിതീഷിന്റെ അഭിപ്രായം കൂടി അറിയേണ്ടതുണ്ട് ആ കേസിൽ. അതുകൊണ്ട് നിതീഷിനെ കൂടി കേസിൽ കക്ഷി ചേർക്കണമെന്ന് തന്നെയാണ് ഹർജിയിൽ കക്ഷി ചേർക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിഭജികയുടെയും മകളുടെയും മൃതദേഹം വിദേശത്ത് തന്നെ സംസ്കരിക്കാനുള്ള നീക്കമാണ്. അതും ധൃതി പിടിച്ച നിതീഷ് കുഞ്ഞിന്റെ മൃതദേഹം അടിയന്തരമായി അവിടെ സംസ്കരിക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോകുന്നു. അത് നിതീഷിന്റെ വീട്ടിലോ തന്റെ വീട്ടിലോ ആകാമെന്ന് ആവശ്യപ്പെട്ട കൊണ്ട് തന്നെയാണ് അമ്മ ഇന്ന് ഷാർജയിലെത്തിയ അമ്മ അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെ തന്നെയാണ്. എന്തായാലും വിഭജികയുടെ ബന്ധു ഹൈക്കോടതി നൽകിയ ഹർജി അനുസരിച്ചിട്ടാണ് ഈ ഹൈക്കോടതിയുടെ ഈ നീക്കമുണ്ടായത്. ഇത് ഇക്കാര്യത്തിൽ നിതീഷ് കുഞ്ഞിന്റെ അച്ഛനാണ്. അത് ഈ കുഞ്ഞിന്റെ മൃതദേഹത്തിന്റെ കാര്യത്തിൽ നിതീഷിന് കൂടി തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. അതുമാത്രമല്ല നിതീഷും എംബസിയും ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായം അറിയണം. നിതീഷിന്റെ എംബസിയുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം മാത്രമേ ഈ കേസിൽ അല്ലെങ്കിൽ ഈ ഹർജിയിൽ തീരുമാനമാക്കാൻ കഴിയുള്ളൂ. എങ്ങനെയാണ് ഇത്തരത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഹൈക്കോടതിക്ക് പറയാൻ കഴിയുക എന്നും ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി. നിയമപരമായ അവകാശം ഭർത്താവിനാണ്. അതുകൊണ്ട് തന്നെയാണ് ഭർത്താവിനെ കൂടി കേസിൽ കക്ഷി ചേർക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ഭർത്താവിന്റെ എംബസിയുടെ നിലപാട് ഇക്കാര്യത്തിൽ അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേട്ടോ വിനീഷ്, ഇവിടെ എന്തായാലും അത്തരമൊരു നീക്കം, ഈ കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെ സംസ്കരിക്കാനുള്ള നീക്കം നടക്കുന്നതിനിടെയായിരുന്നു. പിന്നീട് ആ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നു. വിഭജികയുടെ കുടുംബം, ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷ എന്താണ്? അവരുടെ ഇനി വിഭജികയുടെ കുടുംബത്തിൻ്റെ അടുത്ത നീക്കം എന്താകും? പ്രത്യേകിച്ചും ഹൈക്കോടതി ഇനി നാളെ ആയിരിക്കും കേസ് പരിഗണിക്കുക. ഒരു വശത്ത് കേരളത്തിൽ ഇവർക്ക് നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും ഗാർഹിക പീഡനം, അതായത് വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ നാൾ മുതൽ വിഭജിക നേരിട്ട ഗാർഹിക പീഡനത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. നിർണായകമായിട്ടുള്ള പല തെളിവും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അവസാന സമയം പോലും
വിഭജിക തൻ്റെ ബന്ധുക്കൾക്ക് അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളൊക്കെ നമ്മൾ നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ടതാണ്. ഇനി എന്തായിരിക്കും ഈ കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്താണ്? വിഭജികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടോ? ടോം, ഷാർജയിൽ മരിച്ച വിഭജികയുടെയും മകൾ വൈഭവിയുടെയും മൃതദേഹം നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ നിർണായക ചർച്ചകളാണ് തുടരുന്നത്. ഗാർഹികപീഡ നിയമപ്രകാരം നിതീഷിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വിഭജികയുടെ അമ്മയും സഹോദരനും ഷാർജ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരുമായി വിഭജികയുടെ ഭർത്താവ് നിതീഷിന്റെയും ബന്ധുക്കൾ ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കണമെന്നും യാത്രാവിലക്കുള്ളതിനാൽ നാട്ടിലേക്ക് പോകാൻ കഴിയില്ലെന്നും നിതീഷ് ആവശ്യപ്പെട്ടതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് സംസ്കരിക്കണമെന്ന നിലപാടിൽ വിഭജികയുടെ അമ്മ ശൈലജ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ സംഭവത്തിൽ കോൺസുലേറ്റ് ചർച്ചകളും പോലീസ് നടപടികളും എല്ലാം തന്നെ നിർണായകമാണ്. വിഭജികയുടെ ഭർത്താവായ നിതീഷ് വൈഭവിയുടെ മൃതദേഹം ഷാർജ ശ്മശാനത്തിൽ സംസ്കരിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് കോൺസുലേറ്റിന്റെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തുകയും സംഭവത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തത്. തുടർന്ന് സംസ്കാരം നടത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിന്റെ മൃതദേഹം തിരികെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. തീരുമാനം ആകുന്നതുവരെയും വൈഭവിയുടെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കുമെന്നുള്ള അറിയിപ്പായിരുന്നു ബന്ധുക്കൾക്ക് ആ സമയം ലഭിച്ചത്. വിഭജികയുടെ അമ്മ ശൈലജ ഷാർജ അധികൃതർക്ക് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു അടിയന്തരമായൊരു ഇടപെടൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കുഞ്ഞിന്റെ മൃതദേഹം നാട്ടിൽ സംസ്കരിക്കണമെന്നും വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം ഒന്നിച്ച് നാട്ടിലെത്തിക്കണമെന്നുമുള്ള ഒരു ആവശ്യമായിരുന്നു ശക്തമായിരുന്നത്. ഇതുമെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശദമായ ഒരു കത്ത് ശൈലജ അവിടെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു കേട്ടോ. വ്യക്തമാണ്. വിനീഷും ആജ്ഞ രവീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്.